ഇന്ന് ഇവളൊന്നും സമ്മതിക്കത്തില്ല, കയ്യിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല. ഇനിയിപ്പോ ഇവിടെ കൈ വെച്ചോണ്ട് വേണം ഇതുണ്ടാക്കാൻ. ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് കിച്ചടി ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയാം, ഞാനും ഉണ്ടാക്കട്ടെ. ഇവിടെ കൈ വെച്ചിട്ട് വേണം കൊണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഞാനൊരു ചെറിയ സ്പൂണ് ഗീ ഇട്ടു. അതൊന്ന് ചൂടാവട്ടെ. ഇങ്ങനെ ഒരു ചെറിയ സ്പൂൺ ഗീ ഇട്ടു. അതൊന്ന് ചൂടായിട്ട് നമുക്ക് ജീരകം ഉണ്ടല്ലോ, ജീരകം, നല്ല ജീരകം, അത് നമുക്ക് കടുക് വറക്കാം. അവൾ പതുക്കെ ഒന്ന് താഴത്ത് ഇറങ്ങിയിട്ടുണ്ട്, അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്താവോ അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അവളെ നോക്കണം, അവനെ നോക്കണം. അപ്പം ഫസ്റ്റ് ഇപ്പം വലിയ ഒച്ചപ്പാട് കേൾക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഞാനിത് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ജീരകം ഇടാം. മൂന്നാലഞ്ച് ജീരകം ഇട്ടു. വെളുത്തുള്ളി, ശരിക്കും 2 ചെറിയ വെളുത്തുള്ളിയാണ്. പിന്നെ 2-3 ഇടുന്ന ഒരു കൈക്ക് പോകണം. പിന്നെ താഴെ അവളും ഉണ്ട്. ഒന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ കുറച്ച് കറിവേപ്പിലുണ്ട്. വരാം ഒരു മിനിറ്റ്. നമുക്ക് നെയ്ക്കകത്തൊന്ന് വരണ്ടതിന് ശേഷം നമുക്ക്, ഞാനത് കൂടുതൽ സാധനങ്ങൾ വേറൊന്നും ഇടുന്നില്ല കേട്ടോ. ഇനിയിപ്പം കുറച്ച് കായപ്പൊടി ഇടും, പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇടും, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ചിക്കനൊക്കെ വേണമെങ്കിൽ ഇടാൻ കേട്ടോ, ഒരുമിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷേ ചിക്കൻ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതവിടെ തന്നെ വേണമെങ്കിൽ അത് കൈ പിടിച്ചുകൊണ്ടിങ്ങനെ തന്നെ നടന്ന് കഴിക്കും. അപ്പം അങ്ങനെ കൊടുക്കാൻ നോക്കും. അവനിതൊന്നും കഴിക്കത്തില്ല. അവനെ നിർബന്ധിച്ച് വേണം ഇച്ചിരി ചോറ് കുട്ടിക്കാൻ. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ അവൻ കഴിക്കത്തില്ല. ഇതാണ് ഇവിടുത്തെ പരിപാടി. എന്നെ കാണില്ലായിരുന്നു ഇത്ര തിരക്കാൻ കിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം കണ്ടോണ്ടിരിക്കും. രക്ഷയില്ല. നമുക്ക് ഇങ്ങോട്ട് വഴക്കുണ്ടാക്കുക. നമ്മൾ ഇറങ്ങട്ടെ. ഇതാണ് ഇവിടുത്തെ പണി. എന്നെ കണ്ടോണ്ടിരി. കുറച്ച് സാമ്പാർ പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, ഇത്ര ഇട്ടു. ഞാൻ അവളെ എടുക്കട്ടെ, അവൾ കരയുക. ഒന്ന് വഴച്ചെടുക്കട്ടെ. അവളിലേക്ക് അരിയും പരിപ്പും കൂടി ഇട്ടായിരുന്നു.
ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ വിസിലടിപ്പിക്കുക വേവനുസരിച്ച്. ഞാൻ അരിയുടെ വേവാത്ത അരിയല്ല ഇട്ടിരിക്കുന്നത്, അപ്പം ചോറല്ലല്ലോ, അപ്പം അത്യാവശ്യം സമയം എടുക്കും. കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവളെ ഒന്ന് താഴെ നിർത്തി ഞാനത് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമേ. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. ഇനി എന്താണോ വല്ല പരിക്കോളമാണോ ഒന്നും പറയാൻ പറ്റത്തില്ല. പനിക്കൊന്നും ഇല്ല, ഇപ്പോൾ ഒട്ടും ഇതാകുന്നില്ല. ഇനിയിപ്പോൾ പുറക്കാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുളിച്ചതിന് ശേഷം കാണാം. രണ്ടുപേരും കുളിപ്പിക്കട്ടെ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു, അമ്പത്തിയോളൊക്കെ വെച്ചു അല്ലേ, അമ്പത്തിയോളം വെച്ചു. ഇനിയിപ്പോൾ ഓൾറെഡി രണ്ടുപേരും മുട്ട കഴിച്ചായിരുന്നല്ലോ, പിന്നെ മുട്ട കഴിച്ചായിരുന്നു. അപ്പോൾ ഇനി ഇഡ്ഡലി കൊടുക്കാം, അത് നിർബന്ധിച്ച് കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുവാണെങ്കിൽ ശരി കിടന്നുറങ്ങട്ടെ. മറ്റേ കുക്കറിലെ ഞാൻ ഓഫ് ചെയ്തായിരുന്നു, അതെന്തായാലും അറിയത്തില്ല, അതെന്തോ ഒന്ന് പോയി നോക്കണം. അപ്പം അത് നോക്കണം. പിന്നെ അവനവിടെ ഇരിക്കുന്നു. കുട്ടപ്പായേ എന്നിട്ട് ഇഡലിയും കടലക്കറി എടുത്തു. അവൻ ഇതാ നിൽക്കുന്നു. അവളെ ഇവിടെ ഇരുത്തി രണ്ടു പേർക്കും കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി മറ്റേ പട്ടയിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിച്ചു. ഇനി മുട്ട കഴിച്ചിട്ടില്ല, മുട്ട കഴിക്കണം. എൻ്റെ കാര്യം ഇങ്ങനെ കറക്റ്റ് സമയം എനിക്ക് കിട്ടത്തില്ല, ഇവിടുത്തെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കറക്റ്റ് സമയം കിട്ടത്തില്ല. അങ്ങനെ ഇത് കൊടുക്കട്ടെ. കുറച്ചധികം പരിപാടികൾ കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇവള് എന്നാ എണീപ്പിച്ചു വിടത്തില്ലായിരുന്നു കിടക്കുന്നതിൻ്റെ അവിടുന്ന്. അപ്പം ഇവള് എണീപ്പിച്ചു വിടാത്തതുകൊണ്ട് ഇവളെൻ്റെ ദേഹത്തുനിന്ന് മാറി കിടക്കത്തില്ല. അതുകൊണ്ട് അവിടെ തന്നെ കിടന്നു കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്ത് എണീക്കാതെ വന്നു കഴിഞ്ഞപ്പം ഞാൻ എണീറ്റ് പോകുമ്പോഴത്തേക്ക് അവൾ കിടന്ന് കരയും. ഞാൻ താഴെ കിടത്തി ഞാൻ എണീറ്റ് പോകുമ്പോൾ അവൾ കരയും. പിന്നെ ഞാനൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ അവളുടെ കൂട്ടത്തിൽ കിടന്ന് പിന്നെ അവൾ ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് പിന്നെ താഴെ നിൽക്കത്തില്ല. ആ സമയം പിന്നെ ഒരു കയ്യിലെടുത്ത് 2 പേർക്ക് ഞാൻ ചോറും ഇതെല്ലാം കൊടുത്തു. 2 പേർക്കും ചോറും ഇതെല്ലാം കൊടുത്ത് ഞാനും കഴിച്ചു. ഞാൻ ചോറെല്ലാം ഉണ്ട്. ഞാൻ പിന്നെ ഒരു മുട്ടയും കൂടെ പുഴുങ്ങി കഴിച്ചു. കിനിമയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവൾ കയ്യിൽ നിന്ന് ഇറങ്ങാത്തതുകൊണ്ട് അത് കഴുകാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല. അവൾ താഴെ ഇരിക്കുമ്പോൾ അവൾ കരയുക. അങ്ങനെ ഇപ്പോൾ 2 പേരും കൂടി ഇരുന്ന് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവനെ ഒരിച്ചിരി നേരം ഇരുത്തി എഴുതിക്കണം, അല്ലെങ്കിൽ എഴുതിയതൊക്കെ വരുന്നുണ്ട്. ഇച്ചിരി നേരം ഇരുത്തി എഴുതിക്കണം, അല്ലെങ്കിൽ മറന്നുപോയില്ലേ, ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ മറന്നുപോകും. അതുകൊണ്ട് കുറച്ച് നേരം ഇരുത്തി എഴുതിക്കും. ഇത്ര നേരം കളിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് അടുക്കള കുറച്ച് പണിയുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഫോണെടുത്ത് ഞാൻ സംസാരിക്കുന്ന സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവള് പിന്നെയും കിച്ചണിലോട്ട് വരും. അപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവൾ ഇച്ചിരി നേരം എൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ പ്രശ്നം. ഇപ്പം കണ്ടോ, അവൾ അത്രയും നേരം അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ഫോണെടുത്ത് ഇവിടെ റൂമിൽ വന്നിരുന്ന് സംസാരിക്കുന്ന സൗണ്ട് കേട്ടവള്, അത് ഓടി എൻ്റെ അടുത്ത് വന്നാൽ. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. വെച്ചാൽ എന്തെങ്കിലും ഒരു എൻഗേജ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അവിടെ ഇരിക്കും. ഇപ്പോൾ അതുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അവനെ ഇരുത്തി എഴുതിക്കണം. എഴുതിച്ചിട്ട് എഴുതി തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കരച്ചിലായി പ്രശ്നങ്ങളാവും ഇവിടെ. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഓരോരോ വേഷങ്ങൾ നിറഞ്ഞു നോക്കി ഓരോരോ വേഷങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇനി അവനെ ഇരുത്തി എഴുതിക്കട്ടെ. എഴുതി കഴിഞ്ഞിട്ട് ഇനി ഏട്ടൻ വരുമ്പം കാണാം. ഓക്കെ. ആര് വന്നു വാനും? ആര് വന്നു? ആ
ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി, പുറത്തൊക്കെ പോയിട്ട് ഒന്ന് വന്നതാണ്. വന്നിട്ട് ഇപ്പോൾ ഈ കുറച്ച് ബർഗർ പാറ്റി ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് ബീഫിൻ്റെ മിക്സ്ഡ് ബീഫ് മേടിച്ചു. അപ്പം അത് നമുക്ക് പെട്ടെന്ന് തന്നെ ബർഗർ പാറ്റി ആക്കി വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. ഞാൻ 1 കിലോ മിക്സ്ഡ് ബീഫിന് 1 സവോള, ഒരു ഇത്രയും അരമുറി ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയാണ് ഇട്ടേക്കുന്നത്. നമുക്ക് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിപ്പം നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇതാണെങ്കിൽ നമുക്ക് ഇതിപ്പം 1 കിലോ മിക്സ്ഡ് ബീഫുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത്രയല്ലേ ഇത് കൂടുതൽ കിട്ടിയത്. ഇപ്പം ഞാൻ ഇച്ചിരി എൻ്റെ പാറ്റിക്ക് ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്. അപ്പം വെച്ചാൽ ഞാൻ എടുക്കുന്ന കൂട്ടത്തിൽ അപ്പം ഒരെണ്ണം ആക്കുമ്പോൾ പിള്ളേർക്കും അപ്പം എനിക്ക് ഇതിനകത്തൊന്ന് കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് ഒരെണ്ണം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കത്തില്ല. ഇപ്പം ഞാൻ കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ പേരൻസ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫുഡാണ് കഴിക്കുന്നതെന്ന് ഓർത്തിട്ട് അവർക്ക് കൊടുക്കുന്ന ഫുഡ് ചിലപ്പോൾ അവർ കഴിക്കത്തില്ല. അപ്പം ഞാൻ എനിക്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏട്ടനെടുക്കുമ്പോൾ അവർ വരും എന്താണേലും. അപ്പം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ വല്ല ഞങ്ങൾ ഞാൻ ആക്കുവാണെങ്കിൽ ഏട്ടൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ആക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പിള്ളേർക്ക് 2 പേർക്കും കൂടെ കൊടുക്കാനും പറ്റും. നമ്മൾ കുറച്ച് വണ്ണക്കൂടുതലാണ്. പിന്നെ കുറച്ച് മടിയും കൂടെ ഉണ്ട്. ചെറുതാക്കി വരുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പം ഇത്ര അല്ല കിട്ടുന്നത്. 2 എണ്ണം ഇപ്പം പിള്ളേർക്കും പിന്നെ ഏട്ടനും കൂടെ ഉള്ള 1 എണ്ണം വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഇത്ര എണ്ണം 2, 4, 6, 7, 2, 9, 11 എണ്ണം കിട്ടി. 11 അല്ല കിട്ടുന്നത്, അതിൽ കൂടുതൽ കിട്ടും. എന്നുവെച്ചാൽ 1 കിലോ ഉണ്ടല്ലോ, എന്താണല്ലോ അതിന് കൂടുതൽ കിട്ടും. ഇച്ചിരി കൂടുതലായിപ്പോയി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു അടപ്പിൽ ചെയ്യുന്നത്. അങ്ങനെ ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാം. ഞാൻ 2 പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രീസ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കാനുള്ള സമയമായി. ഇവിടെ കിടക്കാനുള്ള സമയം പറഞ്ഞാൽ 1 മണി, രാത്രി 1 മണി ആവാറായി. അപ്പോഴാണ് കിടക്കുന്നത്. ഏട്ടൻ കുളിക്കാൻ പോയിട്ടേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഫുൾ ഡേ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാണും, അത്രമാത്രം നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ഞങ്ങൾ എടുക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ബൈ ബൈ ഗൈസ്. നാളെ പിന്നെ ഫോർത്ത് ആയിരിക്കും. ബൈ ബൈ.